Welcome my dear students. Today we are discussing the second part of the third chapter, Fiber to Fabric. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈബർ എന്താണ്, ഫാബ്രിക് എന്താണ്, യാൺ എന്താണ്, അല്ലേ, ക്ലോത്ത് എന്തെന്നാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് യാൺ ടു ഫാബ്രിക്, യാണിൽ നിന്ന് ഫാബ്രിക്കിലേക്ക് എങ്ങനെയാണ് നോക്കാം. There are many ways by which fabrics are made from yarns. The two main processes are weaving and knitting. യാണിൽ നിന്ന് ഫാബ്രിക് നിർമ്മിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അത് വീവിങ്ങും നിറ്റിങ്ങുമാണ്. They are weaving and knitting. Weaving. In activity 2, you might have noticed that a fabric is made up of two sets of yarns arranged together. The process of arranging two sets of yarns together to make fabric is called weaving. Activity 2-ൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഫാബ്രിക് രണ്ട് സെറ്റ്സ് യാൺസ് അറേഞ്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലേ? ഇതാണ് ആക്ടിവിറ്റി 2-ൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ത്രെഡ് യാണങ്ങനെ വലിച്ചെടുത്തപ്പോൾ അവിടെ രണ്ട് സെറ്റ് യാൺസിലെ, ഒന്ന് വെർട്ടിക്കലായിട്ടും ഒന്ന് ഹൊറിസോണ്ടലായിട്ടും രണ്ട് സെറ്റ് യാൺസ് വീതമാണല്ലേ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ടു സെറ്റ്സ് ഓഫ് യാൺസ് ടുഗദർ ടു മേക്ക് ഫാബ്രിക് ഈസ് കോൾഡ് വീവിങ്. ഫാബ്രിക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സെറ്റ്സ് യാൺസ് ഉപയോഗിച്ചിട്ട് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വീവിങ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് വീവിങ്? ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ടു സെറ്റ്സ് ഓഫ് യാൺസ് ടുഗദർ ടു മേക്ക് ഫാബ്രിക് ഈസ് കോൾഡ് വീവിങ്. ലെറ്റ് us try to weave some paper strips. നമുക്ക് കുറച്ച് പേപ്പർ സ്ട്രിപ്സ് വീവ് ചെയ്യാൻ ശ്രമിക്കാം. Activity 5. Take two sheets of paper of different colors. Cut square pieces of length and width equal to 30 cm from each sheet. Now fold both the sheets into half. On one sheet, draw lines as shown in the figure 3.12a, and on the other as shown in figure 3.12b. Cut both the sheets along the dotted lines and then unfold. Weave the strips one by one through the cuts in the sheet of paper as shown in figure 3.12c. Figure 3.12d shows the pattern after weaving all the strips. Take two sheets of paper of different colors. രണ്ട് വ്യത്യസ്ത കളേഴ്സിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള രണ്ട് ഷീറ്റ് പേപ്പേഴ്സ് എടുക്കുക. എന്നിട്ട് കട്ട് സ്ക്വയർ പീസസ് ഓഫ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഈക്വൽ ടു 30 cm ഫ്രം ഈച്ച് ഷീറ്റ്. രണ്ട് ഷീറ്റിൽ നിന്നും ലെങ്ത്തും വിഡ്ത്തും 30 cm വരുന്ന ഒരു സ്ക്വയർ ഷേപ്പിൽ അതിനെ കട്ട് ചെയ്യുക. ഓക്കെ, ലെങ്ത്തും വിഡ്ത്തും 30 cm വരണം. ഓക്കെ, നിങ്ങൾക്ക് വലിയ പേപ്പർ ഉണ്ടാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ചെറിയ പേപ്പറിൽ ചെയ്താലും മതി. ഓക്കെ, നൗ ഫോൾഡ് ബോത്ത് ദ ഷീറ്റ്സ് ഇൻ ടു ഹാഫ്. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ട് ഷീറ്റ്സ് എന്ത് ചെയ്യുക, പകുതിയിൽ മടക്കുക, പകുതിയിൽ ഫോൾഡ് ചെയ്യുക. ഓൺ വൺ ഷീറ്റ് ഡ്രോ ലൈൻസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗറിൽ കാണിച്ച പോലെ ലൈൻസ്, ഫിഗറിൽ കണ്ടില്ലേ, ഇതിൽ കാണിച്ച പോലെ ലൈൻസ് എന്ത് ചെയ്യുക, വരയ്ക്കാം. ഓക്കെ, രണ്ടിലും ലൈൻസ് വരയ്ക്കാം. ഈ രണ്ട് രീതിയിൽ നിങ്ങൾ ലൈൻസ് വരയ്ക്കാം. ലൈൻസ് വരച്ചതിന് ശേഷം കട്ട് both the sheets along the dotted lines and then unfold. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ട് ഷീറ്റും ആ ഡോട്ടഡ് ലൈൻസിലൂടെ കട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ വരച്ചില്ല, ആ ലൈൻസിലൂടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് weave the strips one by one through the cuts in the sheets of paper as shown in figure. എന്നിട്ട് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ നിങ്ങൾ വീവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് വീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒന്ന് എയിൽ കാണിച്ചതുപോലെ ഈ കംപ്ലീറ്റ് ലൈൻസ് വേണം. രണ്ടാമത്തേതിൽ എന്ത് വേണ്ട, കംപ്ലീറ്റ് ലൈൻസ് വേണ്ട. അവിടെ ബോർഡർ കണ്ടോ, ആ ബോർഡർ എടുക്കണം. എന്നിട്ട് അത് ആ ലൈൻസിലൂടെ കട്ട് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ കാണിച്ച പോലെ ഓരോ പീസായിട്ടാവും ഉണ്ടാവുക. മറ്റേത് അവിടെ ഒരു സ്ക്വയർ പേപ്പറായിട്ട് തന്നെ ഉണ്ടാവും. ആ നാല് സൈഡ്സിലും ബോർഡേഴ്സ് ഉണ്ടാവും. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിലൂടെ അത് വീവ് ചെയ്യാം. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ടും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഫിഗർ എയിൽ കാണുന്ന പോലെ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ കുറേ പീസസ് ആയി പോകും. ഈ ബി നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു സ്ക്വയറിൽ ആദ്യം ഒരു ബോർഡർ വരയ്ക്കണം. ഓക്കെ, ആ ബോർഡർ വരച്ചിട്ട് അതിന് പുറത്തേക്ക് പോകാൻ പാടില്ല.
ഈ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ആദ്യം 2 സ്ക്വയർ പേപ്പേഴ്സ് എടുക്കുക. ഓക്കെ, 30 cm ആണ്. ഇനി അത് കുറഞ്ഞാലും കുഴപ്പമില്ല, സ്ക്വയർ ആയിരിക്കണം എന്നുള്ളൂ. എന്നിട്ട് ഒന്നിൽ ഈ ഫിഗർ എയിൽ കാണുന്നത് പോലെ ലൈൻസ് വരയ്ക്കുക. അത് കംപ്ലീറ്റ് ലൈൻസ് വരയ്ക്കണം. രണ്ടാമത്തേൽ ബിയിൽ കാണുന്ന പോലെ ഒരു ബോർഡർ വരയ്ക്കണം. അതിനുശേഷം അതിനകത്ത് എന്നിട്ട് ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഫോൾഡ് ചെയ്തതിന് ശേഷം ലൈൻസ് വരച്ച് ഫോൾഡ് ചെയ്തിട്ട് ആ ലൈൻസിലൂടെ കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ ഇത് കുറേ പീസസ് ആവും. എയിൽ കാണുന്നത് കുറേ പീസസ് ആവും, മറ്റേത് ആ പേപ്പറിനകത്ത് ഓരോ ആ ലൈൻസിലൂടെ കട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ആ ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യാം? ഇത് വീവ് ചെയ്യാം. ഈ രീതിയിൽ വീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും കിട്ടുക. ഇതാണ് വീവിങ്. ഈ ആക്ടിവിറ്റി എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. In a similar manner, 2 sets of yarn are woven to make a fabric. The yarns are much thinner than our paper strips. Of course, weaving of fabric is done on looms. The looms are either hand operated or power operated. ഈ രീതിയിലാണ് യാണിനെ വീവ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നത്? ഫാബ്രിക് ആക്കുന്നത്. അപ്പോൾ ഈ യാൺസ് നമ്മുടെ പേപ്പറിൻ്റെ പോലെ അത്ര വലുതായിരിക്കില്ല, അത് തിന്നറായിരിക്കും, വളരെ തിന്നായിരിക്കും അല്ലേ? നിങ്ങൾ കണ്ടല്ലോ നേരത്തെ, ത്രെഡ് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അത് ലൂംസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഈ ഫിഗറിൽ കാണാം ഹാൻഡ് ലൂം. ഒന്നുകിൽ നമ്മൾ ഹാൻഡ് ലൂം കൈകൊണ്ട് ആണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഷീൻസ് ഉണ്ടാകും. ഈ ലൂംസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ മെഷീൻസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൈ കൊണ്ടാണ്. ഇത് ഹാൻഡ് ലൂമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഒന്നുകിൽ ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ പവർ ഓപ്പറേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദ ലൂംസ് ആർ ഐദർ ഹാൻഡ് ഓപ്പറേറ്റഡ് ഓർ പവർ ഓപ്പറേറ്റഡ്. നെക്സ്റ്റ് നിറ്റിംഗ് ആണ്. ഹാവ് യു നോട്ടീസ്ഡ് ഹൗ സ്വെറ്റർ ആർ നിറ്റഡ്? ഓക്കെ, നിങ്ങൾ സ്വെറ്റേഴ്സ് കണ്ടിട്ടുണ്ടാകും അല്ലേ? ഈ സ്വെറ്റേഴ്സ് എങ്ങനെയാണ് അത് തുന്നിയിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻ നിറ്റിംഗ് എ സിംഗിൾ യാൺ ഈസ് യൂസ്ഡ് ടു മേക്ക് എ പീസ് ഓഫ് ഫാബ്രിക്. നിറ്റിങ്ങിൽ ഒരൊറ്റ യാണ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, മറ്റേത് 2 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എന്താണ്? ഒരു സിംഗിൾ പീസാണ് വെക്കുന്നത് നിറ്റിങ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ 3.14 നോക്കാം, അതിൽ കാണാം അല്ല, ഒരു ബോൾ കാണാം അല്ലെ, യാണിൻ്റെ ഒരു ബോൾ കാണാം. അതിൽ നിന്നാണ് ആ ഒരു യാണ് യൂസ് ചെയ്തിട്ട്. ഹാവ് യു അവർ പുൾഡ് ദ യാൺ ഫ്രം എ ടോൺ പെയർ ഓഫ് സോക്സ്? നിങ്ങൾ ഒരു കീറിയ സോക്സിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു യാണ് വലിച്ചു നോക്കിയിട്ടുണ്ടോ? വാട്ട് ഹാപ്പൻസ്? അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു സോക്സിൽ നിന്ന് അതിലൊരു യാൺ അങ്ങനെ വലിച്ചു നോക്കുക. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എ സിംഗിൾ യാൺ ഗെറ്റ്സ് പുൾഡ് ഔട്ട് കണ്ടിന്യൂസ്ലി ആസ് എ ഫാബ്രിക് ഗെറ്റ്സ് അൺറാവൽഡ് അല്ലേ? അത് ആ ഒരു സിംഗിൾ യാണ് അതങ്ങനെ വലിച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വരും, ഒന്നുമില്ലാതായിട്ട് മാറും. അങ്ങനെയാണ്. സോക്സ് ആൻഡ് മെനി അതർ ക്ലോത്തിങ് ഐറ്റംസ് ആർ മെയ്ഡ് ഓഫ് നിറ്റഡ് ഫാബ്രിക്സ്. സോക്സ് അതേപോലെ പല അങ്ങനെയുള്ള ക്ലോത്തിങ് ഐറ്റംസൊക്കെ നിറ്റഡ് ഫാബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നിറ്റിംഗ് ഈസ് ഡൺ ബൈ ഹാൻഡ് ആൻഡ് ആൾസോ ഓൺ മെഷീൻസ്. നമ്മളെ ലൂം ചെയ്ത പോലെ, അതായത് വീവിങ് പോലെ തന്നെ നിറ്റിങ്ങും ഒന്നുകിൽ ഹാൻഡ് കൊണ്ട് അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റേതൊരു 2 സെറ്റ്സ് യാണ് വെക്കുന്നതായിരുന്നു ഏതിൽ? ഹാൻഡ് ലൂമിൽ, വീവിങ്ങിൽ. എന്നാൽ നിറ്റിങ്ങിൽ ഒറ്റ യാണെന്നാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ ക്ലോത്ത് ഫാബ്രിക്സ് ഉണ്ടാക്കുന്നത്. വീവിങ് ആൻഡ് നിറ്റിംഗ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫാബ്രിക്. വീവിങ്ങും നിറ്റിങ്ങും യൂസ് ചെയ്യുന്നത് വ്യത്യസ്ത തരം ഫാബ്രിക്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ദീസ് ഫാബ്രിക്സ് ആർ യൂസ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് ക്ലോത്തിങ് ഐറ്റംസ്. ഈ ഫാബ്രിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യത്യസ്ത രീതിയിലുള്ള ക്ലോത്തിങ് ഐറ്റംസ് നിർമ്മിക്കുന്നു. ഹിസ്റ്ററി ഓഫ് ക്ലോത്തിങ് മെറ്റീരിയൽ. ഇനി ക്ലോത്തിങ് മെറ്റീരിയൽസിൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. ഹാവ് യു അവർ വണ്ടർഡ് വാട്ട് മെറ്റീരിയൽസ് പീപ്പിൾ യൂസ്ഡ് ഇൻ ആൻഷ്യൻ ടൈംസ് ഫോർ ക്ലോത്ത്സ്? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ ആൻഷ്യൻ ടൈംസിലൊക്കെ, പ്രാചീന കാലത്തൊക്കെ ആളുകൾ വസ്ത്രത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിരുന്നത്? ഇപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നോളജിയൊക്കെ ഉണ്ടല്ലേ. അന്ന് എന്തൊക്കെയായിരിക്കും അവർ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? It appears that in those times people used the bark and big leaves of trees or animal skins and furs to cover themselves. അവർ അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്നത് ഒന്നുകിൽ മരത്തിൻ്റെ തോല് അല്ലെങ്കിൽ ബിഗ് ലീവ്സ്, ഇതൊക്കെയാണ് ട്രീസിൻ്റെ ബാർക്ക് അല്ലെങ്കിൽ ബിഗ് ലീവ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലോ ആനിമൽസിൻ്റെ സ്കിന്ന് അവർ യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉണക്കിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ അവയുടെ ഫേഴ്സ്, രോമം കൊണ്ട് ഉണ്ടാക്കിയതും അതുപോലെ ഈ സ്കിന്ന് കൊണ്ടും ഈ മരത്തിൻ്റെ ബാർക്ക്, ലീവ്സ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നത്.
After people began to settle in agricultural communities, they learned to weave twigs and grass into mats and baskets. അങ്ങനെ ആളുകൾ ഒരു അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി ആയിട്ട് അവർ ഒരു സ്ഥലത്ത് സെറ്റിലായപ്പോൾ അവർ കൃഷിയൊക്കെ തുടങ്ങിയ ഒരു ഭാഗത്ത് സെറ്റിലായ സമയത്ത് ദ ലേൺ ടു വീവ് ടിക്സ് ആൻഡ് ഗ്രാസ് ഇൻ ടു മാറ്റ്സ് ആൻഡ് ബാസ്ക്കറ്റ്സ്. അവർ ടിക്സും ഗ്രാസൊക്കെ ഉപയോഗിച്ചിട്ട് വീവ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടോ മാറ്റ്സും ബാസ്ക്കറ്റൊക്കെ നിർമ്മിച്ചു. ഓക്കെ, ചെറിയ ചെറിയ ടിക്സും അതുപോലെയുള്ള ഗ്രാസൊക്കെ യൂസ് ചെയ്തിട്ട് അവർ മാറ്റ്, പിന്നെ ടിക്സ് യൂസ് ചെയ്തിട്ട് ബാസ്ക്കറ്റ്, ഇതൊക്കെ നിർമ്മിക്കാൻ അവർ പഠിച്ചു. വൈൻസ്, animal fleece or hair were twisted together into long strands. അങ്ങനെ വൈൻസ്, അതായത് വള്ളികൾ, പിന്നെ ആനിമൽ ഫ്ലീസ്, മൃഗങ്ങളുടെ രോമങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹെയർ, അവരുടെ ഹെയറൊക്കെ യൂസ് ചെയ്തിട്ട് ട്വിസ്റ്റഡ് ടുഗദർ ഇൻ ടു ലോങ് സ്ട്രാൻഡ്സ്. അതെല്ലാം ട്വിസ്റ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, പിരിച്ചിട്ട് നീളമുള്ള ലോങ് സ്ട്രാൻഡ്സ് നിർമ്മിച്ചു. ദീസ് വർ വൂവൺ ഇൻ ടു ഫാബ്രിക്സ്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, അവ വീവ് ചെയ്തിട്ട് ഫാബ്രിക്സ് ഉണ്ടാക്കി. ഓക്കെ, ഫസ്റ്റ് വൈൻസും ആനിമൽ ഫ്ലീസും ഹെയറൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്തു, അവർ ലോങ് സ്ട്രാൻഡ്സ് നിർമ്മിച്ചു ആദ്യം. അതിനുശേഷം അത് വീവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഫാബ്രിക്സും നിർമ്മിച്ചു. The early Indians wore fabrics made out of cotton that grew in the regions near the river Ganga. ഗംഗാ നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന ആളുകളാണ് പ്രാചീന ഇന്ത്യക്കാർ. അവരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തു, അവർ കോട്ടണിൽ നിന്ന് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ഫാബ്രിക്സ്, കോട്ടണിൽ നിന്ന് ഫാബ്രിക്സ് അവർ നിർമ്മിച്ചു. പ്രാചീന ഇന്ത്യക്കാർ, പ്രാചീന ഭാരതീയർ, ഏർലി ഇന്ത്യൻസ്, അവർ ഫാബ്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗംഗാ റിവറിൻ്റെ ബാങ്ക്സിൽ താമസിച്ചിരുന്ന ആളുകൾ. Flax is also a plant that gives natural fibers. ഈ ഫ്ലാക്സ് അതുപോലെ തന്നെ നാച്ചുറൽ ഫൈബേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇൻ ആൻഷ്യൻ ഈജിപ്റ്റ്, കോട്ടൺ ആസ് വെൽ ആസ് ഫ്ലാക്സ് were cultivated near the river Nile and were used for making fabrics. അതുപോലെ ആൻഷ്യൻ ഈജിപ്തിൽ, പ്രാചീന ഈജിപ്തിലും ഇതുപോലെ കോട്ടണും അതിൻ്റെ കൂടെ തന്നെ ഫ്ലാക്സും അവരെന്ത് ചെയ്തിരുന്നു, കൃഷി ചെയ്തിരുന്നു. എന്നിട്ട് നൈൽ നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന ആളുകൾ ഇത് യൂസ് ചെയ്തിട്ട് ഫാബ്രിക്സ് നിർമ്മിച്ചിരുന്നു. ഇൻ ദോസ് ഡേയ്സ് സ്റ്റിച്ചിങ് വാസ് നോട്ട് നോൺ. അന്നത്തെ കാലഘട്ടങ്ങളിൽ സ്റ്റിച്ചിങ് അറിയില്ലായിരുന്നു. ഓക്കെ, അവർ വീവിംഗ് ഒക്കെ ചെയ്തിരുന്നെങ്കിലും സ്റ്റിച്ചിങ് അത്ര ഫെമിലിയർ അല്ലായിരുന്നു. അപ്പോൾ പീപ്പിൾ സിംപ്ലി ഡ്രൈപ്ഡ് ദ ഫാബ്രിക്സ് അറൗണ്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദെയർ ബോഡി. അവരുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഈ ഫാബ്രിക്സ് അങ്ങ് ധരിച്ചു. മെനി ഡിഫറെൻറ്റ് വെയ്സ് ഓഫ് ഡ്രൈപ്പിംഗ് ഫാബ്രിക്സ് വർ യൂസ്ഡ്. വ്യത്യസ്ത രീതികൾ ഇതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. With the invention of the sewing needle, people started stitching fabrics to make clothes. അങ്ങനെ ഈ നീഡിൽ കണ്ടുപിടിച്ചതോടുകൂടി, തുന്നൽ സൂചി കണ്ടുപിടിച്ചതോടുകൂടി, സ്യൂയിങ് നീഡിൽ കണ്ടുപിടിച്ചതോടുകൂടെ ആളുകളൊക്കെ എന്ത് ചെയ്തു, അവർ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫാബ്രിക്സ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവരെന്ത് നിർമ്മിച്ചു, ക്ലോത്ത്സ് നിർമ്മിക്കാൻ തുടങ്ങി. സ്റ്റിച്ചഡ് ക്ലോത്ത്സ് ഹാവ് ഗോൺ ത്രൂ മെനി വേരിയേഷൻസ് സിൻസ് ദിസ് ഇൻവെൻഷൻ. ഇതിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് ഈ സ്റ്റിച്ചിങ് അത് ഉപയോഗിച്ചിട്ട് വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ബട്ട് ഈസ് ഇറ്റ് നോട്ട് അമേസിംഗ് ദാറ്റ് ഈവൻ ടുഡേ സാരി, ധോത്തി, ലുങ്കി ഓർ ടർബൻ ഈസ് യൂസ്ഡ് ആസ് ആൻ അൺസ്റ്റിച്ചഡ് പീസ് ഓഫ് ഫാബ്രിക്. പക്ഷേ ഇപ്പോഴും സാരിയും ധോത്തിയും ലുങ്കിയും ടർബനും ഇതൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ, അല്ലേ, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ധരിക്കുന്നത്. ഇത് നമ്മുടെ മറ്റുള്ള ഡ്രസ്സിൻ്റെ പോലെയല്ല, അല്ലേ, നമ്മൾ ഇത് എന്ത് ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്യുന്നില്ല, നേരെ ഡയറക്റ്റായിട്ട് ധരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫീൽഡിൽ വളരെയധികം ഇൻവെൻഷൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആളുകൾ സാരി, ധോത്തി, ലുങ്കി, ടർബൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്റ്റിച്ച് ചെയ്തിട്ടല്ല, ഇത് നമ്മൾ അത് പല രീതിയിലാണ് ഇത് നമ്മൾ ധരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ആസ് ദർ ഈസ് എ ലാർജ് വെറൈറ്റി ഇൻ ദ ഫുഡ് ഈറ്റൻ ഓൾ ഓവർ അവർ കൺട്രി, എ ലാർജ് വെറൈറ്റി എക്സിസ്റ്റ് ആൾസോ ഇൻ ഫാബ്രിക്സ് ആൻഡ് ക്ലോത്തിങ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ രീതിയിലുള്ള ഭക്ഷണ രീതികളാണ് ഉള്ളത്. അതുപോലെ തന്നെ വസ്ത്രധാരണത്തിലും വ്യത്യസ്ത രീതികളാണ് നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും ഉള്ളത്. ഇതെന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് നോക്കാം. There is a variety of clothing material or fabric such as cotton, silk, wool and polyester.
ഒരുപാട് വെറൈറ്റി ക്ലോത്തിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫാബ്രിക്സ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണത്? കോട്ടൺ, സിൽക്ക്, വൂൾ, പോളിസ്റ്റർ എന്നിങ്ങനെ ഒരുപാട് ടൈപ്പ് ക്ലോത്തിങ് മെറ്റീരിയലിനെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു. പിന്നെയോ ഫാബ്രിക്സ് ആർ മെയ്ഡ് ഫ്രം യാൺസ് വിച്ച് ഇൻ ടേൺ ആർ മെയ്ഡ് ഫ്രം ഫൈബേഴ്സ്. ഫാബ്രിക്സ് എവിടെ നിന്നാണ്? യാണിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ യാൺ അല്ലെങ്കിൽ ത്രെഡ് അതെന്താണ്? അത് ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫൈബേഴ്സ് ആർ ഐദർ നാച്ചുറൽ ഓർ സിന്തറ്റിക്. ഫൈബേഴ്സ് എന്താണ്? ഒന്നുകിൽ നാച്ചുറൽ ആയിരിക്കും അല്ലെങ്കിൽ സിന്തറ്റിക് ആയിരിക്കും. കോട്ടൺ, വൂൾ, സിൽക്ക് ആൻഡ് ജൂട്ട് ആർ സം നാച്ചുറൽ ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സിന് എക്സാമ്പിൾ ഏതാണ്? കോട്ടൺ, വൂൾ, സിൽക്ക് ആൻഡ് ജൂട്ട്. ഇതൊക്കെയാണ് നാച്ചുറൽ ഫൈബേഴ്സിന് എക്സാമ്പിൾ. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ ആനിമൽസിൽ നിന്ന് അല്ലേ, ഐദർ പ്ലാന്റ്സ് ഓർ ആനിമൽസ്, അതിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ സിന്തറ്റിക് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ്? അത് കെമിക്കൽ സബ്സ്റ്റൻസിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. വൈൽ നൈലോൺ ആൻഡ് പോളിസ്റ്റർ ആർ സം എക്സാമ്പിൾസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. സിന്തറ്റിക് ഫൈബേഴ്സിന് എക്സാമ്പിൾ ഏതാണ്? നൈലോൺ, പോളിസ്റ്റർ എന്നിവയാണ്. പിന്നെ നമ്മൾ പഠിച്ചു ഫൈബേഴ്സ് ലൈക്ക് കോട്ടൺ ആൻഡ് ജൂട്ട് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്. അപ്പോൾ നമ്മളെ നാച്ചുറൽ ഫൈബേഴ്സ് 2 ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്ലാന്റിൽ നിന്ന്, മറ്റേത് ആനിമൽസിൽ നിന്ന്. പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഫൈബേഴ്സിനുള്ള എക്സാമ്പിളാണ് ഫൈബേഴ്സ് ലൈക്ക് കോട്ടൺ ആൻഡ് ജൂട്ട് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്. കോട്ടൺ, ജൂട്ട് ഇവയൊക്കെ എവിടെ നിന്നാണ്? അതൊക്കെ പ്ലാന്റ്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ ആനിമൽസിൽ നിന്ന് എടുക്കുന്നതാണെന്ത്? വൂൾ, സിൽക്ക് ഒക്കെയാണ്. പിന്നെ വേറെ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ പ്രോസസ് മേക്കിംഗ് യാൺ ഫ്രം ഫൈബേഴ്സ് ഈസ് കോൾഡ് സ്പിന്നിങ്. ഫൈബേഴ്സിൽ നിന്ന് യാൺ മേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. ഫാബ്രിക് ഫ്രം യാൺസ് ഈസ് മെയ്ഡ് ബൈ വീവിങ് ആൻഡ് നിറ്റിങ്. യാൺസിൽ നിന്ന് നമ്മൾ ഫാബ്രിക്സ് നിർമ്മിക്കുന്നത് വീവിങ്ങോ അല്ലെങ്കിൽ നിറ്റിങ്ങോ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്.